നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് തന്നെയാണ് അച്ഛാ അമ്മയുടെയും അമ്മയുടെ ഏട്ടന്റെയും ഏട്ടത്തിയുടെയും മനസ്സിലുള്ളത്. ഭാവന ഒരിക്കലും വരാൻ പാടില്ല. അതല്ല, നീ ആദ്യം ഞാൻ പറയുന്ന എന്തായാലും ഈ വീട് മാനസിക കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയായിരിക്കും അവർ ഇത്രയും അധികാരം കാണിക്കുന്നത്. അതെ, പറഞ്ഞതല്ലേ ഉള്ളൂ, ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അജയൻ വിചാരിക്കുന്നത് പോലെ അവനെ നശിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല അവൾക്ക് വീട് കൊടുക്കാന്ന് പറഞ്ഞേ. അതൊക്കെ നിന്റെ അമ്മ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തോളൂ. നീ ഇങ്ങോട്ടിരുന്നേ. അതെ, ആദ്യം മാനസ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം കൊടുക്കട്ടെ. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം ഈ വീട് അവൾക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഭാവനയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ സത്യം മനസ്സിലാക്കണം. നീ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവൾ പറയാതിരിക്കില്ല. അവള് പറയില്ല സർ. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട്. അല്ലാതെ ആ മുഖത്തൊരു ഭയപ്പാടല്ല ഞാൻ കണ്ടത്. അതുകൊണ്ട് അമ്മയെ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും ആവില്ലടാ കാര്യങ്ങൾ. എന്തായാലും ഭാവനയ്ക്ക് സത്യം അറിയാതിരിക്കില്ല. ഭാവനയെ കിഡ്നാപ്പ് ചെയ്തവര് ഭാവനയെ വെറുതെ വിടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. ഭാവന ഒന്ന് സ്വസ്ഥമായിട്ട് കിട്ടിയാലേ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ സാർ? ഇപ്പൊ തന്നെ സംശയത്തിന്റെ പേരില അനിരുദ്ധനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അനിരുദ്ധൻ എന്തായാലും നേരിട്ട് ഇടപെട്ടിട്ടുണ്ടാവില്ല. എങ്കിൽ ഭാവന നിന്നോട് പറയാതിരിക്കില്ല. ഭാവനയൊന്നും പറയാത്ത സ്ഥിതിക്ക് അനിരുദ്ധനെ കസ്റ്റഡിയിൽ വെക്കുന്നത് ബുദ്ധിയല്ല സാർ. SI സാറിനോട് പറഞ്ഞ് തൽക്കാലം അയാൾ വിടാൻ പറയാം. ബാക്കി SI സാർ ചെയ്തോളൂ. അല്ല, ഞാനൊന്നും ഭാവനയോട് സംസാരിച്ചാലോ? ചിലപ്പോ എന്നോട് സത്യം പറഞ്ഞാലോ? അങ്ങനെ പറയും തോന്നുന്നില്ല സാർ. ചിലപ്പോ ആന്റിയോട് പറയാൻ സാധ്യതയുണ്ട്. അവളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ആന്റിയോട് എന്നോടും അവൾ അധികം നാളൊന്നും മറച്ചു വെക്കില്ല. എങ്കിൽ പിന്നെ നീ സമാധാനപ്പെടും. നമുക്ക് 1-2 ദിവസം നോക്കാം. തൽക്കാലം ഭാവനയെ നീ എന്ത് ആവശ്യം വന്നാലും ഇങ്ങോട്ടേക്ക് നീ കൊണ്ടുവരണ്ട. എന്തിനാ നമ്മൾ പരീക്ഷിക്കണേ? ഇനിയിപ്പോ അമ്മയ്ക്ക് എന്നോട് കൂടുതൽ ദേഷ്യമായിരിക്കും ഞാൻ അമ്മയെ സംശയിച്ചേന്. ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്തിട്ടാണല്ലോ നീ നിന്റെ അമ്മയെ സംശയിച്ചേ. അതുകൊണ്ട് ഇനി അവൾ കൂടുതൽ ന്യായീകരിക്കുന്നില്ല. ഈ തീക്കനലോട് അടിയിട്ടിയ പൂച്ചയ്ക്ക് മിന്നാമിനിങ്ങനെ കണ്ടാലും പേടി തോന്നും. അതൊരു നിസ്സാരമായിട്ടുള്ള ചൊല്ലൊന്നുമല്ല. കഴിയുന്നതും മാനസികയുടെ ഡെലിവറി കഴിയുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. നിനക്കറിയാലോ, ഇപ്പോഴും പലർക്കും ഈ സത്യം അറിയില്ല. ഇനിയിപ്പോ നമ്മളായിട്ട് ഇത് ആരെ അറിയിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അച്ഛൻ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. എനിക്കിവിടെ ആകെയുള്ളൊരു ആശ്വാസം അച്ഛനാ. എനിക്കും അങ്ങനെ തന്നെയാടാ. എന്റെ ഇവിടുത്തെ ആശ്വാസം നീ മാത്ര. എന്താ ചെയ്യാ, എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ. അച്ഛൻ തന്നെ മാനസിയോടൊന്ന് സംസാരിക്കണം. അവളുടെ അച്ഛനെ അമ്മയും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറയണം. അവള് പറഞ്ഞാലേ ഇനി അവര് കേൾക്കൂ. എവിടെ? നമ്മളയാളെ പട്ടിയെ തല്ലുന്ന പോലെ തലയിട്ട് അയാൾ തിരിച്ചു വന്നില്ലേ? ഇതൊക്കെ കാണ്ടാമൃഗത്തിന്റെ ജനസിൽപ്പെട്ടതാടാ. നീ ഒരിക്കലും മറാൻ പോണില്ല. നീ ഇന്നലെ തീരെ ഉറങ്ങാത്തല്ലേ? ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങ, എല്ലാം ശരിയാവും. ഞാനേ നിന്റെ അമ്മയുടെ അടുത്തേക്കൊന്നും ചെല്ലട്ടെ. അവിടെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഭാവന, മോളെ ഭാവന. മോളെ, എന്റെ പൊന്നു മോളെ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല വല്യമ്മേ. ഈശ്വരാ, വാ. വിവരങ്ങളൊക്കെ സേതു വിളിച്ചു പറഞ്ഞു.
ഒരെത്തും പിടിയും കിട്ടാതെയായിരുന്നു നമ്മുടെയൊക്കെ ഓട്ടം. എന്നാലും നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിപ്പിച്ചു? അതൊന്നും ഓർക്കാൻ പോലും വയ്യാടുത്തി. ഞങ്ങളെക്കാൾ കൂടുതൽ ഭാവനയായിരിക്കും പേടിച്ചിട്ടുണ്ടാവുക, അതും അവളുടെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ട്. അത് ശരിയാ മായച്ചി, ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ മുഖത്ത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം അമ്മേ? അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയണം? മോക്ക് ചിലപ്പോ നല്ല ധൈര്യം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു അമ്മയുടെ വേദന അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ഞാനിങ്ങ് വന്നല്ലോ വല്യമ്മേ. വന്നതല്ല, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ദൈവം നിന്നെ ഇവിടെ എത്തിച്ചതാ. എന്നാലും ആള് മാറി തട്ടിക്കൊണ്ടുപോകാൻ അവന്മാരെന്താ കണ്ണുവട്ടന്മാരായിരുന്നു? അവരിൽ ഒരാളെ പോലും നിനക്കറിയില്ലേ? ഇല്ല വല്ലിച്ച, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്തായാലും കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നു. ഹ, ഞങ്ങൾക്കെല്ലാം അജയനെ ഭാര്യയായിരുന്നു സംശയം. ജയനിർമ്മലെ ഞങ്ങക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ സംശയിക്കാൻ പോയാൽ പിന്നെ അതിന് നേരം കാണൂ വല്യമ്മ. ആ അതും ശരിയാ. എന്തായാലും നീ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വന്നല്ലോ. ദേ, ഇനി ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോയേക്കരുത്, കേട്ടല്ലോ? ശരി വല്യമ്മ. ദേ, ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോ. ഈ വല്യമ്മ വരാം നിന്റെ കൂടെ. ഭാവനെ, ജാനകിക്കിപ്പോ പല്ലവിയേക്കാളും സ്നേഹവും കരുതലും നിന്നോടാ. ഇന്നലെ ഒരു അല്പം പോലും ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാ പോയത്. അമ്മ പറഞ്ഞു വല്യമ്മ, ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിന്നെ ആപത്തൊന്നും കൂടാതെ തിരിച്ചു കിട്ടണേന്നുള്ള പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, മോക്കിപ്പോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല വല്യമ്മ. എന്തായാലും നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം. ഒന്നാമതേ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളതാ നീ. അതൊക്കെ കുഞ്ഞിനെയും ബാധിക്കും. അറിയാം വല്ലിച്ച, ഭാഗ്യത്തിന് എന്നെ പിടിച്ചുകൊണ്ട് പോയവർക്ക് അല്പം മനുഷ്യത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. എങ്ങനെയെങ്കിലും കണ്ടെത്തുക തന്നെ വേണം. ഗർഭിണിയായ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയതിന് തക്കതായ ശിക്ഷ തന്നെ കോടതി നൽകും.